അപ്പൊ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ സജഷൻ കാരണം ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അത് ഹോം ടൂർ. അപ്പോൾ കുറച്ച് ഗെയിമൊക്കെ ഉണ്ടാവും, കുറച്ച് ഗെയിമൊക്കെ ഉണ്ടാവും. ലൈക്ക് നമുക്ക് നമ്മൾ ഹോം ടൂർ ഒക്കെ ചെയ്തല്ലോ. നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ ഒരു വ്ളോഗർ ആയല്ലോ നമ്മൾ. നമ്മൾ ഹോം ടൂർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വ്ളോഗർ ആവും ഗൈസ്. അന്നാണ് എനിക്ക് തോന്നേ കുറെ ആൾക്കാർ വ്ളോഗ് ഒക്കെ കഴിയുമ്പോഴേക്കും അവർ ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാകും ഗൈസ്. അപ്പം എനിക്കുണ്ടായിരുന്നു എന്താ കാര്യം നിങ്ങൾ പറയാം. എൻ്റെ ഫ്രണ്ട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ വലിയ മിനി വീഡിയോസ് ഇടാതെ കുറച്ച് ബിഗ് വീഡിയോസ് ഇടാൻ പറ്റും. അപ്പം അതിനാണ് കാര്യം ചെയ്യുന്നത്. അത് ഹോം ടൂർ ചെയ്താണെന്ന് ചോദിച്ചു പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് എന്തായാലും ഞാൻ വീടോട്ട് പോവാം. അപ്പം ഗൈസ് ഇനി നമുക്ക് സ്ഥലത്തോട്ട് പോവാം. ഇനി അവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെയും ഒരു സ്ഥലമുണ്ട്. അപ്പം എവിടെ പോകണം? ആദ്യം ഇവിടെ പോകണം. അപ്പം ഇവിടെ കുറച്ച് ഇടിച്ചത്തികളൊക്കെ ഉണ്ട്. കുറച്ച് പച്ചപ്പും ഹരിതാപയൊക്കെ ആവാൻ നോക്കിയതാണ്. ഇനി നമുക്ക് നേരെ ക്യാമറമാനെ വിളിച്ചാണ് കാണിക്കുന്നത് നമ്മുടെ പട്ടിക്കുട്ടീനെ. കേട്ടോ തൊമ്മൻ നെയിം വാസ് നെയിം വാസ് തൊമ്മൻ. അപ്പോൾ ക്യൂട്ട് ആൻഡ് മ്യൂട്ടി. ബട്ട് ഇല്ലേ ഇതില്ലേ ഒരു കാര്യം പറയട്ടെ, ഇത് നാട്ടിലും കൂട്ടിലും പഞ്ചം. ബട്ട് വീട്ടില് ഞാൻ പറയില്ല ഒന്നും. കാലിത് കുറച്ച് ബാക്കിൽ നിന്നേടാ ഞാൻ പഠിക്കുന്നേ ഒന്നൊരു പിടിയാ കാലോട്ട്. എത്ര കഴിച്ച് എൻ്റെ അച്ഛൻ വിളിക്കും. ഓക്കെ ബാ. അപ്പോൾ തൊമ്മൻ്റെ സ്ഥലങ്ങൾ ഇത്രയേ ഉള്ളൂ. തൊമ്മൻ ഇവിടെ ഒരു വണ്ടി കളിയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഷോറൂം ഒന്നും എത്ര വണ്ടിയുണ്ട്. ഫസ്റ്റ് മൈ മദർ സ്കൂട്ടർ, സെക്കൻഡ് മൈ ഡാഡ് സ്കൂട്ടർ, അവർ വണ്ടി, അവർ ഫാമിലി മിനി കാർ. ഇത് മാറ്റൂട്ടോ, നമ്മൾ പുതിയ വണ്ടി വിളിക്കാൻ പോകുന്നത്. കണ്ടോ നമ്മുടെ പട്ടി തൊമ്മൻ. നോക്കി നമ്മളിവിടെ കയറി. നാട്ടിൽ നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്ഥലമാണ് ഗൈസ്. അപ്പൊ ഇവിടെ തേങ്ങേൻ്റെ ഇത് ശരിയില്ലേ എന്നിട്ട് വേറെന്തായിരുന്നു തേങ്ങ ചട്ടി വാങ്ങാം അങ്ങനെ എന്തോ. അപ്പൊ നാട്ടുകാർ വരുന്നുണ്ട് ഉള്ളോട്ട്. ഉള്ളിൽ എന്താണ് ഇവിടെ എന്താണ് നമുക്ക് കുറെ പ്ലാസ്റ്റിക് കുപ്പീസ് ആൻഡ് തിങ്സ്. പിന്നെ തൊമ്മനെ കളിപ്പിക്കാൻ കഴിച്ചു. തൊമ്മൻ കളിപ്പായി കളിപ്പിന് തൊമ്മൻ. പക്ഷെ പ്രാന്തൻ തൊമ്മനാട്ടോ കേസ്. ഞാൻ പ്രാന്തൻ തൊമ്മനാണ് വിളിക്കുന്നത് ഇങ്ങനെ. തൊട്ടൊന്നും കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വളമാണ്. വളം എന്നെ കൊണിക്കും. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പീസ്. ഇതും വളമാണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് കുപ്പീസ്. ഇത് ചെരുപ്പൊക്കെ പണ്ടാണ്. ഉരുളിയില്ലേ ഉരുളി ഇങ്ങനെ മറ്റേ ചതക്കില്ല നമ്മളെ മാവൊക്കെ എന്ത് സാധനം നീ എടുക്കുന്നു കാണിക്കുന്നു. ക്യാമറമാൻ ശരിയല്ല. ക്യാമറ ചപ്പക്കുട്ടിക്കൊന്നും കൊടുക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഇത് ഇവിടെ ഷീറ്റൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഷീറ്റ് ചെയ്യണ അപ്പം അത് ഇവിടെ വന്നിട്ട് ഇവിടെ തുണി അലക്കണ സാമഗ്രികളാണ്. ഉജാല അത് ഇത് ആസിഡുണ്ട്. ആസിഡ് തുണി അലക്കാൻ എടുക്കില്ല. അത് പിന്നെ ഷീറ്റിന് വേണ്ടി എന്ത് വിട്ടാറില്ല. പിന്നെ വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ ഷീറ്റ് നമ്മുടെ ഇതുണ്ടാവല്ലോ ഷെഡ് സാധനമൊക്കെ വെക്കണ ഇത് നടന്ന് വിട്ടാലും ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഇതേ ഇവിടുന്ന് വേണ്ടി തഴുമക്കി ഫസ്റ്റ് എടുക്കാം. ഓക്കെ പിന്നെ അവിടെ നമ്മുടെ ഒരു സാധനമാണ് ഇങ്ങനെ തിരിച്ച് അവിടെ നമ്മളെ തുണിയൊക്കെ സ്ഥലം ഇവിടുന്ന് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ കയറി പോണത്. പിന്നെ ഇത് നമ്മുടെ ബാക്ക് വശം ഓഫ് കിച്ചൺ ആട്ടോ. ഇത് വരത് പരയാണ് ഇത്. അപ്പൊ പിന്നെ ഇവിടെ നമ്മൾ എന്താണ് പഴയ വീട്ടിൽ ഷെഡ് 2 ഷെഡ്. ഇവിടെ ഇവിടെ ബീഫൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഇത് ആദ്യം. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ടാപ്പാണ് ഗൈസ്, നമുക്കറിയാം ടാപ്പ്. പിന്നെ ഇവിടെ കുറച്ച് കല്ലൊക്കെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റെപ്പുണ്ട്. ഇവിടെ എന്താണ്, ഇവിടെ കുറെ വാഴകളുണ്ട് ഗൈസ്. പിന്നെ 2 വാഴകളുണ്ട്, അല്ലാതെ വീട്ടിൽ 2 വാഴകളുണ്ട് ഗൈസ്. ആരാണ് ഞാൻ പറയണ്ടല്ലോ, ഇപ്പൊ പറയുന്നേ ക്യാമറക്കാരന്മാരും ബ്ലോഗറും. ഓക്കെ, ഇവിടെ വേറെ ചെടികളൊക്കെയുണ്ട്. ഇവിടെ നമുക്കൊരു വ്യൂ പോയിന്റ് കാണാം. ആ വ്യൂ പോയിന്റ് നോക്കാം. വ്യൂ പോയിന്റ് എൻ്റെ വീടിൻ്റെ പറമ്പ് മൊത്തം കാണും ഗൈസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഒടുക്കത്തെ വ്യൂ പോയിന്റ് ആണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് നല്ല മഴ ഈ സമയത്ത്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് നമ്മൾ ഒരു കട്ടൻ ചായയും മിച്ചർ, എരിവുള്ള മിച്ചറൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ സുഖം കഴിച്ചു. പാമ്പ് ഒത്താണ് നോക്കാം കേട്ടോ. ഒരു പച്ചപ്പ് ഹൈദരാബാദ് ഉണ്ട് ഇവിടെ. ഇതടുത്ത് നമ്മൾ നേരെ കോഴിക്കോട് എടുത്തോണ്ട് പോകാം. ഓക്കെ, ഇവന്മാരുടെ സ്വഭാവം ഒരു സ്വഭാവമായിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഓട്ടയെന്ന് പകുതി കാണുന്നുണ്ടായിരിക്കുമല്ലേ. ഓക്കെ, അപ്പൊ ഇവിടുന്നാണ് ഇറക്കലും പറക്കലൊക്കെ. ഇവിടെ ഉള്ളൂ 4 5 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒറ്റക്കണ്ണെന്നായിരുന്നു അന്നത്തിന്റെ പേര്. ഒറ്റക്കണ്ണൻ എന്നാണ് പേര്. അപ്പൊ അതിനോടി കണ്ണുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കാക്ക, ഇവിടെ നിന്ന് കഥ പറയാം. അപ്പൊ ഈ കാക്കയാണെങ്കിൽ ഇപ്പോൾ ഇതിന് ഈ കണ്ണില്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാക്ക ഈ സൈഡിന് ഒറ്റ ഒരു കുത്ത് തന്നെ വീണു. അതിന് ഏറ്റവും ഓടാൻ പറ്റില്ല ആ സമയം കൊണ്ട്. അപ്പോൾ കാക്ക 2ാമത്തെ കുത്തും കൂടി മൊത്തം ഒന്നും ഇല്ലാതെ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ സത്തുപോയി. അതിനെ നമ്മൾ കുഴിച്ചിട്ട് ഗൈസ്. എവിടെ കുഴിച്ചിട്ട് വെച്ചാൽ ഇതുണ്ട് ഗൈസ്, അവിടെ ഇവിടെ കണ്ടോ, ഇവിടെയാണ് കുഴിച്ചിട്ടത്. എല്ലൊക്കെ അവസ്ഥിച്ച് കാണും. നോക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഓക്കെ, പിന്നെ ഇതൊരു നമ്മുടെ ഇതാണ്, നമ്മുടെ ഇതെന്തെന്ന് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പത്തോട്ടം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കപ്പത്തോട്ടം ഉണ്ടായിരുന്നു. അയ്യോ, അപ്പൊ കപ്പത്തോട്ടം അമ്മു ഇത് പിന്നെ എൻ്റെ കപ്പയല്ലേ. ഇതാണ് ഗൈസ് കപ്പത്തോട്ടം ഉണ്ടായിരുന്നത്. ഇവിടെ കപ്പ ഉണ്ട് കേട്ടോ. കപ്പ ഞാൻ കാണിച്ചത്. കപ്പേൻ്റെ വേരുണ്ട്. ഇതുണ്ട് ഞങ്ങള് കപ്പേൻ്റെ വേരാണ് ഈ കാണുന്നത്. അത് നമുക്ക് കുറച്ചെടുക്കില്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് ചെറിയ എടുക്കും. എൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം ഇവിടെ നല്ല കാറ്റൊക്കെ ആയിരുന്നു. കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പം മറിഞ്ഞ് വീണ ഒരു അപ്പം മറിഞ്ഞ് വീഴാൻ പോയ ഒരു ഇതാണിത് കേട്ടോ. എന്നെ വെച്ച് നോക്കി ഇവിടെ ക്യാമറമാൻ എൻ്റെ മണ്ടയ്ക്ക് കയറി വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ കിട്ടുന്നുണ്ടല്ലേ ക്യാമറ ഉണ്ട്. ഞാൻ വായ ആയിപ്പോയി ഗൈസ്. ഞാനൊരു വായാണ് ഗൈസ്. വായൻ്റെ ഒപ്പം നിന്ന് ആർക്കും പറയാൻ പറ്റില്ല ഞാൻ ആരാണ്. ഞാൻ വായാണ്. ഞാൻ മനുഷ്യനാണെന്ന് ആരും പറഞ്ഞില്ല. നിങ്ങൾക്കറിയാലോ ഞാൻ മനുഷ്യനാണെന്ന്. സംശയം പതി ഈ വായകളുടെ ഇടയിൽ പോവാൻ ഗൈസ്. അതൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജിയ കാണിച്ചു തരാം. ഇങ്ങോട്ട് തിരിയും. ഇതുണ്ടോ, ഇത് തേനാണ് ഗൈസ്. ഇത് നോക്ക്, ഇങ്ങോട്ട് തിരിയടാ. ഇതുണ്ടോ, ഇതെന്താണെന്ന് തേന്. ഇത് അറിയിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. മിക്ക ആൾക്കാർക്കും നമുക്ക് തേൻ കുടിക്കാൻ ക്യാമറ. ഞാൻ പിന്നെ എൻ്റെ വായി നോക്കാൻ വന്നേക്കണേ. അതിൻ്റെ ജെല്ല് പോയിട്ട് സാധനം ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ കയ്യിലായിട്ട് ടേസ്റ്റ് ഇടാ. ടേസ്റ്റ് എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ ഗൈസ്. എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബ്രദറിന് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ കൊടുത്ത്. ആ നേരത്തെ എന്നെ കാണിക്കാത്ത എൻ്റെ ബ്രദറിന് ഒടുക്കത്ത ആശ. എൻ്റെ ബ്രദറിനെ കാണിക്കുന്നുണ്ട്. ഞാൻ കാണിക്കും. ബ്രദർ ഇത് കഴിക്കൂ.